അവരെ തെരയാൻ പോകുമ്പോഴാണ് വലിയ പൊട്ടല് അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു. നമ്മൾ എന്നിട്ട് ഓടി മേലെ കയറിയെടുത്ത് നമ്മൾ കാണുന്നുണ്ട് ആളുകൾ ഒഴുകി പോകുന്നതും ഈ മരം വരുന്നതും ഭയങ്കര വെള്ളം വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. केरल के वायनाड में 30 जुलाई की सुबह भयानक भूस्खलन वन विभाग के कुछ कर्मचारियों के सामने हुआ था। उस मंजर को याद करके आज भी उनकी रूह कांप उठती है। उन्हें रात में सूचना मिली थी कि रिहायशी इलाके में कुछ हाथी घुस आए हैं। विभाग की टीम हाथियों को भगाने के लिए गश्त लगा रही थी। അത്തരം വിഷയങ്ങൾ ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്താണെങ്കിലും പോയിട്ട് ആനകളെ ഓടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അന്ന് അതുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റാഫും എല്ലാവരും പോയിരുന്നു. ഒരു ഏകദേശം ഒരു 1:40 കാണുന്ന സമയത്താണ് ഈ പാലത്തിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ അന്നേരം തന്നെ നമ്മൾ പരിസരത്ത് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളം കൂടിയിട്ടുണ്ട്, എല്ലാവരും ഒഴിഞ്ഞു മാറിക്കോ, അപ്പോൾ എന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞ് തിരിച്ച് കുറച്ച് വണ്ടി തിരിച്ച് പോന്നപ്പോഴാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുകയും പിന്നെ സ്റ്റേഷനിലുള്ള മൊത്തം സ്റ്റാഫിനെയും വിളിച്ച് നമ്മൾ ഈ വണ്ടിയുടെ സെർച്ച് ലൈറ്റും ഒക്കെ ഇട്ട് പിന്നെയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. वन विभाग अधिकारी जिबलू रहमान को मदद के लिए गांव वालों की पुकार भुलाए नहीं भूलती। चूरनमाला में गिरे हुए बड़े बड़े पत्थरों और पेड़ पौधों से उनकी जान पर बनाई थी। അപ്പോൾ കരച്ചിലിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ സ്കൂളിന്റെ സ്റ്റേജ് ഉണ്ട്, അതിന്റെ താഴെന്നാണ് ഈ കരച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിന്റെ എല്ലാ ഭാഗവും ഒലിച്ചു പോയിരുന്നു. അവിടെ മരം അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ചളി ഉണ്ടായിരുന്നു. അപ്പോൾ എന്റെ കൂടെ നിന്ന് ബിജു എന്ന് പറഞ്ഞ ഞങ്ങളെ നാട്ടുകാരുണ്ട്. അവരൊക്കെ വന്ന് ഞങ്ങളൊരു കല്ല് താങ്ങിയെടുത്തിട്ട് അതിൽ ആ ചളിയിലിട്ട്. അപ്പോൾ അത് അത്ര താവുന്നില്ല. പിന്നെ ഞങ്ങൾ ആ കല്ലിലേക്ക് ചാടിയിട്ട് അതിലെ അങ്ങനെ പോയി. അപ്പോൾ അവിടെ 2 സ്ത്രീകളുണ്ടായിരുന്നു. അവര് കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ കീറിയിട്ടായിരുന്നു ഒഴുകി വന്നതിന്റെ. അപ്പൊ ഞങ്ങള് ഒരാൾക്ക് എന്റെ കോട്ടും കൊടുത്ത്, ഒരാൾക്ക് ഉള്ളിലിടണ ബനിയാനുണ്ടായിരുന്നു അതും കൊടുത്ത് ഫസ്റ്റത്തെ ആളെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. അയാൾക്ക് മുഖത്തും അവിടെയൊക്കെ ഇഞ്ചുറി ഉണ്ടായിരുന്നു. वन अधिकारियों के पास संसाधन सीमित थे, फिर भी वे 45 से ज्यादा लोगों को बचाने में कामयाब हुए। इस दौरान भूस्खलन होता रहा। വെളിച്ചമൊന്നുമില്ല, ഇരുട്ടാണ്, ചളിയാണ് റോഡിൽ നന്നായിട്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഈ ചളി ഇങ്ങനെ സ്പോട്ടിൽ തന്നെ എത്തി. പിന്നെ നാട്ടുകാരും ഞങ്ങളും ആ സമയത്ത് ഈ വണ്ടീൻ്റെ വെളിച്ചം, വണ്ടീൻ്റെ എല്ലാ 10-12 ലൈറ്റുകളോടെ ഉണ്ടാവില്ല. പിന്നെ നൈറ്റ് പെട്രോളിംഗ് ടീമിന് 6-7 പേര് വണ്ടിയിലപ്പുണ്ട്. അപ്പോൾ ആ ടോർച്ചിൻ്റെ വെളിച്ചത്തിലാണ്, വേറൊരു വെളിച്ചമില്ല, 62 ടോർച്ചും വെളിച്ചം കാര്യം. നമ്മളെ വെളിച്ചത്തിൻ്റെ മുകളിലാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് ഈ രക്ഷാപ്രവർത്തനം. ഒരു 10-45 ആളുകളോ ആളെ ഏകദേശം എൻ്റെ കണക്കാട്ടെ. ഈ 45 എന്ന് പറയുന്നത് എണ്ണം എന്ന് പറഞ്ഞാൽ എൻ്റെ കണക്കാണ്. ഞാൻ വണ്ടിയിലിരുന്ന് വണ്ടീനെ ലൈറ്റ് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10-45 ആളുകളോളം ആ സമയത്ത് നമ്മൾ ചളിന്ന് രക്ഷപ്പെടുത്തി. वन विभाग की टीम भूस्खलन में गिर रहे चट्टानों, कीचड़ और पेड़ पौधों से खुद भी बाल बाल बची। ऐसे में वे नदी की तेज धार में लोगों को बचाने में बेबस थे। उस रात से ये अधिकारी लगातार मेहनत कर रहे हैं, खोज और बचाव अभियान में मदद कर रहे हैं। इस इलाके को वही अच्छी तरह जानते हैं। मुंडक्कई और चूरनमाला में विनाशकारी भूस्खलन से मरने वालों की संख्या बढ़कर 226 हो गई है। करीब 138 लोग अब भी लापता हैं।